ഹലോ! എല്ലാരും സുഖായിരിക്കണെന്ന് വിചാരിക്കുന്നു ട്ടോ. അപ്പം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ട്ടോ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലോ കിട്ടാനും പിഗ്മെൻറ്റേഷൻ മാറാനും ബ്ലാക്ക് ഹെഡ് മാറാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ചിഷ്ടം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തലേ ദിവസം രാത്രി കുതിർത്തിയിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ക്യാരറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ചിഷ്ടേനെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ടാലൊന്നും മറ്റേ പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. പിന്നെ പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ പൊടിയേക്കാളും നല്ലത് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചതയുള്ളൂ കേട്ടോ. ഞാൻ തലേ ദിവസം ഇട്ട് വെച്ചിട്ടും ഇത് കുതിർന്നിട്ടില്ല. ഇങ്ങനെ കിട്ടണുള്ളൂ. ഞാൻ എൻ്റെ ശക്തി മുഴുവനും ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കിട്ടാനായിട്ട് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് വേണ്ടിയിട്ടും ആണിത് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഒരു 2, 3, 4 മാസമായിട്ട് ഈ എണ്ണ തന്നെയാണ് മോളുടെ മേത്തൊക്കെ തേച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഈ എണ്ണയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്കിന്നിനൊക്കെ കുറച്ച് ഗ്ലോ കിട്ടുന്നുണ്ട്. എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി ബ്ലാക്ക് കുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കണ സമയത്ത് വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മളിതിന് വെള്ളമേ ചേർക്കണില്ല കേട്ടോ ഈ എണ്ണയ്ക്ക്. അപ്പോൾ നമ്മളിതൊന്ന് ഇങ്ങനെ അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരയൊന്നുമില്ല. എന്നാലും കുറച്ച് അരഞ്ഞ് കിട്ടും. അത്ര അരവ് മതി കേട്ടോ. അതാ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ 1/2 ലിറ്റർ എണ്ണയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ലിറ്ററിന് ഒരു കണക്കാക്കിയിട്ട് ഞാനൊരു 2 ക്യാരറ്റും പിന്നെ കുറച്ച് മഞ്ചിഷ്ടയും അത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ എത്രത്തോളം ഉണ്ടെന്ന് വിചാരിച്ചാൽ അത്രത്തോളം മഞ്ചിഷ്ടയും പിന്നെ ക്യാരറ്റും കൂടി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ചില ആളുകൾ എണ്ണ ചൂടായതിന് ശേഷം ഇത് അതിൽ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്ത് എണ്ണ കാച്ചണമെന്ന് വെച്ചാൽ ആ സംഭവങ്ങളൊക്കെ എണ്ണ ചൂടായതിന് ശേഷം ഇടാറുണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഈ എണ്ണയൊന്ന് നന്നായിട്ട് ഒരു പ്രാവശ്യം നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിമ്മിൽ വെക്കണം കേട്ടോ. പിന്നെ തീ കൂട്ടി വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ചിഷ്ടയിലയും ക്യാരറ്റിലും ഒക്കെ സത്ത് ഇങ്ങനെ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി വരാനായിട്ട് അതിങ്ങനെ പതിയെ ചെറുതായിട്ട് ഇരുന്നിട്ട് ചൂടായിട്ട് വേണം എണ്ണ നമുക്ക് കിട്ടാനായിട്ട്. ഇത് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം വന്നാൽ നമ്മുടെ എണ്ണ ആയി കേട്ടോ. പിന്നെ എണ്ണ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അത് ഒന്ന് എടുത്തിട്ട് നോക്കിയാൽ മതി. അത് നന്നായി മൊരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ ആയി. കണ്ടില്ലേ, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയായി. ഇനി ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കുക. അത്രയേ ഉള്ളൂ. വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മറ്റേ ബോഡി ഓയിലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ മുന്നേ ഒരു ക്യാരറ്റ് ഓയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം വ്യൂവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അത് അങ്ങനെയും ക്യാരറ്റ് മാത്രം ചെയ്യാം കേട്ടോ. മഞ്ചിഷ്ടയും ഞാൻ മോൾക്ക് തേക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ചിഷ്ടയും കൂടി ചേർത്തത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, അതും വേണമെങ്കിൽ സാദാ മഞ്ഞളും ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.